ഹായ് ഫ്രണ്ട്സ്, കാറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജി. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആംഗിൾ പെയിനെ കുറിച്ചാണ്. ഒരുപാട് കുട്ടികളും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ടാവാം. എന്തായാലും നമ്മളൊരു 3-4 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലാസ്റ്റ് വരെ കാണുക, മാക്സിമം കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക. സ്പെഷ്യലി ഇത് ബിഗിനേഴ്സിനാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കാലിന്റെ ഈ ആംഗിളിലാണ് മാക്സിമം അങ്ങനെ വേദന വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കംഫർട്ട് ആയിട്ടുള്ള ഷൂ, അതായത് നിങ്ങളുടെ കാലിന് ഉതകുന്ന രീതിയിലുള്ള ഷൂ ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ ആയിട്ടുള്ള ഷൂ ഉപയോഗിക്കരുത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. കംഫർട്ടായിട്ടുള്ള ഷൂ മേടിക്കുക, ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ ആയിട്ടുള്ള ഷൂ വാങ്ങിക്കരുത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷൂ ലൈസ് ഇതാണ്. ഈ ഇൻഡിവിജ്വൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ ഷൂ ലൈസ് കെട്ടിയിരിക്കുന്നത്. അതായത് കാലിനെ നല്ല പാക്ക് ചെയ്ത് കംഫർട്ടായി നല്ല പാക്ക് ചെയ്താണ് ഈ ഷൂ ലൈസ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഷൂ ഒരു ഒട്ടും അനങ്ങില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒട്ടും അനങ്ങത്തുണ്ടാവത്തില്ല. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഷൂ ലൈസ് കെട്ടി ശീലിക്കണം. ഓക്കെ, അപ്പൊ ഷൂവിനെ പറ്റിയുള്ള പോയിന്റിൽ പ്രധാനമായിട്ടുള്ള 2 പോയിന്റുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓടുന്ന സർഫസ് ആണ്. ഈ സർഫസ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഓടുന്നതായിരിക്കും നല്ലത്. സപ്പോസ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഇല്ല, റോഡിൽ കൂടിയാണ് ഓടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റോഡിന്റെ സൈഡിൽ എപ്പോഴും കോൺക്രീറ്റ്, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ളതാണ്, റോഡിനോട് ചേർന്ന് ഉള്ള പാതകൾ കാണും. അപ്പൊ ആ വഴി കൂടി നിങ്ങൾ ഓടി ശീലിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് കുറച്ച് ഒരു 3 to 4 days ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ റോഡ് റണ്ണിലേക്ക് വരിക. സപ്പോസ് നിങ്ങൾ റോഡിൽ തന്നെ ഓടി ശീലിക്കുകയാണെങ്കിൽ സ്പ്രിന്റ് അടിക്കുന്ന അല്ലാതെ ലോങ് ഓടുന്ന നമ്മുടെ കുട്ടികൾ ആർമി അല്ലെങ്കിൽ കേന്ദ്ര സേനകളിലേക്ക് പോകുന്ന കുട്ടികൾ കൂടുതലും, അല്ലെങ്കിൽ CPO ആണെങ്കിലും അതിന്റെ 1500 മീറ്റർ പ്രാക്ടീസ് ചെയ്യുന്ന മാക്സിമം ആൾക്കാരും റോഡിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ റോഡിൽ ഓടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹീൽ അപ്പായിട്ട് ലോങ് ഓടുമ്പോൾ ഓടരുത്. നിങ്ങളുടെ കാലിന്റെ പാദത്തിന്റെ മധ്യഭാഗം വീഴത്തക്ക രീതിയിൽ വേണം ഓടാൻ. ഹീല് ഒത്തിരി അപ്പ് ചെയ്ത് വെക്കരുത്. ഇത് താരുന്നതനുസരിച്ച് ഇത് കുറേശ്ശെയായിട്ട് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രാക്ക് അല്ലെങ്കിൽ റോഡിൽ ഓടുമ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന കല്ലുകളോ വളഞ്ഞ പ്രതലങ്ങളിലോ നിങ്ങളുടെ കാലുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതോടുകൂടി ഒരു ചെറിയ പെയിൻ നിങ്ങൾക്ക് സ്റ്റാർട്ടാവും. ആ സമയത്ത് ആ സർഫസ് നിങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമായും റോഡിൽ കൊടുത്തു ഓടുക. ഒറ്റപ്പെട്ട് കിടക്കുന്ന കല്ലുകളോ അല്ലെങ്കിൽ വളഞ്ഞ സർഫസോ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി താന്നിരിക്കുന്ന സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കാല് അതനുസരിച്ച് തന്നെ വെക്കുക. കംഫർട്ടായിട്ട് നിങ്ങളുടെ കാല് ലാൻഡ് ചെയ്യണം, ഫ്ലാറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യണം. ആ രീതിയിലേ നിങ്ങൾ ഓടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലിന്റെ ആംഗിളിന് സ്ട്രെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2-3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളുടെ വൺസ് പെയിൻ സ്റ്റാർട്ട് ആയി എന്ന് വെക്കുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ആംഗിളിന് സപ്പോർട്ട് കൊടുത്തേക്കണം. അതിന് പ്രത്യേകത ബാൻഡേജ് കിട്ടുന്നുണ്ട്. ഏതാണ്ട് ഒരു 300-320 രൂപയോളം വരുന്നുണ്ട്. അതിങ്ങനെ ക്രോസ് കെട്ടാൻ പറ്റും. അതിന്റെ മോഡൽ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബാൻഡേജ് ഉപയോഗിക്കുക. ഒപ്പം തന്നെ അതുകൊണ്ട് നിങ്ങൾ കൺട്രോൾ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറുടെ അസിസ്റ്റൻസും നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റും കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാര്യം ഇഞ്ചുറി വന്നതിന് ശേഷം അതിന് റിക്കവർ ആവാൻ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആംഗിളിന് കുറച്ച് സമയം വേണ്ടി വരും. ആ സമയം നിങ്ങൾ അതിനെ കൊടുക്കണം. അതിന് മെഡിക്കൽ സപ്പോർട്ടുകൾ കൊടുക്കണം. ടെസ്റ്റുകൾ അടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത്ര റിസ്ക് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 3 days എങ്കിലും മിനിമം നിങ്ങൾ റെസ്റ്റ് കൊടുക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോകൾ എത്തിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ ജയ് ഹിന്ദ്.